തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് റാലിയും ധർണയും നടത്തി. മണ്ഡലം MLA E. ചന്ദ്രശേഖരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കത്തിലും പദ്ധതിയുടെ പേരിൽ നിന്നും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയതിനും പ്രതിഷേധിച്ചാണ് LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ബഹുജന റാലിയും ധർണയും നടത്തിയത്. കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് ആരംഭിച്ച റാലി നഗരം ചുറ്റി പുതിയ കോട്ട വരെ എത്തി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് അവസാനിപ്പിച്ചു. തുടർന്ന് ഇവിടെ നടത്തിയ ധർണ മണ്ഡലം MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന വിഭാഗത്തിന് ആശ്വാസം നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്തെറിഞ്ഞ് സമ്പന്നവർഗ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള മോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് MLA ആഹ്വാനം ചെയ്തു. 2004 വർഷങ്ങൾ 2005 തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പൂർണ്ണമായി ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അതിനേക്കാൾ അപകടകാരികളായ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം അത്തരമൊരു സാഹചര്യത്തിൽ ആ ഗവൺമെന്റിന് അനുകൂലമായി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ അവരോധിക്കാൻ തയ്യാറാവുകയും ചെയ്ത് നമ്മൾ ഓർക്കുക. ആ 2005 കാലഘട്ടത്തിലാണ് വളരെ വ്യക്തമായൊരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ആ ഗവൺമെന്റിനെ പിന്തുണക്കാൻ ഇടതുപക്ഷം തയ്യാറായത്. ആ പൊതു മിനിമം പരിപാടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ നൽകിയിട്ടുള്ള സംഭാവന വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് ഒരിക്കലുമില്ലാത്ത ഇത്തരമൊരു പദ്ധതിയെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമീണ ജനതയുടെ അടിയന്തര ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കാനുള്ള പദ്ധതി എന്ന നിലക്കാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചു. ചടങ്ങിൽ തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ അധ്യക്ഷനായി. നേതാക്കളായ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, CP ബാബു, VV രമേശൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, C. ബാലൻ, PP രാജു, VV കൃഷ്ണൻ, ഹമീദ് ഹാജി, അനന്തൻ നമ്പ്യാർ, സുരേഷ് പുതിയടത്ത്, രതീഷ് പുതിയപുരയിൽ എന്നിവർ സംസാരിച്ചു. പ്രായലിംഗ ഭേദമന്യേയുള്ള നിരവധി പ്രവർത്തകർ റാലിയിലും ധർണയിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.